ഏവർക്കും നമസ്കാരം. ഞാൻ ഇന്നത്തെ ഈ വാർത്ത ഒരു പെൺകുട്ടിയുടെ മരണ വാർത്തയായിട്ട് ബന്ധപ്പെട്ട ചില വിവരങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ദയവ് ചെയ്ത് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം കേരളത്തിലെ നാളിതുവരെയുള്ള ചില മരണങ്ങളെല്ലാം തന്നെ വളരെ സംശയം ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഒരു കൂടുതൽ ചിന്തിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ അസ്വാഭാവികത നിറഞ്ഞിട്ടുള്ള മരണ വാർത്തകളൊക്കെ നമ്മുടെ മുന്നിലൂടെയൊക്കെ കണ്ടും കേട്ടും ഒക്കെ പോയിട്ടുണ്ട്. അതിലൊന്നാണ് ജിഷ കൊലക്കേസ് എന്ന് പറയുന്നത്. ജിഷ കൊലക്കേസ് പോലും ഏകദേശം ഒരു ചെറിയ തുണ്ടു വാർത്ത പോലെ അല്ലെങ്കിൽ ചെറിയൊരു മരണ വാർത്ത പോലെ നമ്മൾ കണ്ടിട്ടുള്ള വാർത്തകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ ഒരു മരണം, കൊലപാതകം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് സാമൂഹിക മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ ചർച്ച ചെയ്തു പോയിട്ടുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടോ എനിക്ക് ഈ വാർത്ത ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പറയുന്ന വാർത്തയും അതുപോലെ എനിക്ക് എന്തോ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമം ഒക്കെ തോന്നിയതിൻ്റെ പേരിലാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ചാലക്കുടിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ചാലക്കുടിയിൽ 15 വയസ്സുകാരിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അതിനോടൊപ്പം ഈ കുട്ടി പഠിക്കുന്ന 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എന്താണ് സാഹചര്യം? അടുത്ത ഒരു അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന +1 പോകാനായിട്ട് അല്ലെങ്കിൽ പല രീതിയിലുള്ള കാഴ്ചപ്പാടുകളും ചിന്തയൊക്കെ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ നല്ല മാർക്ക് ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വളരെ ഉത്സാഹത്തോടെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഒരു മരണം സംഭവിക്കുമ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്നാണ് പറയുന്നത്. ഇതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് 23 6ാം മാസം സമയം 12:04 ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതുവരെ ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒന്നും പുറത്തു വന്നിട്ടില്ല. ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നതായിട്ട് വാർത്ത ഞാൻ കാണുന്നത്. അപ്പോൾ ഇതിന്റെ തുടർന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ എനിക്കറിയില്ല. എങ്കിലും ഈ മരണ വാർത്തയും അതിനോടൊപ്പമുള്ള ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള സമയം മാത്രമാണ് നമുക്ക് അറിഞ്ഞത്. ഇനി ഞാൻ വിശദാംശങ്ങളിലേക്ക് വരാം. പുഷ്പഗിരി വെള്ളാട്ടുതറ പ്രജീഷിന്റെയും സിബിയയുടെയും മകൾ ശ്രീനന്ദയാണ് മരിച്ചിരിക്കുന്നത്. 10ാം ക്ലാസ് പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി +1 പ്രവേശനത്തിനായി അപേക്ഷ നൽകി കാത്തിരിക്കുകയായിരുന്നു കുട്ടി. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 പുഷ്പഗിരിയിലുള്ള കുട്ടിയുടെ അമ്മ വീടായ, അതായത് സ്വന്തം വീട്ടിൽ നിന്നല്ല ഈ കുട്ടിയുടെ ഈ മരണവാർത്ത അറിയുന്നത് അല്ലെങ്കിൽ സംഭവം നടക്കുന്നത്. അതായത് 3:30 പുഷ്പഗിരിയിലുള്ള കുട്ടിയുടെ അമ്മ വീടായ മംഗലൻ സുബ്രന്റെ വീട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. സഹോദരി അവന്തികയും ശ്രീനന്ദയും മാത്രമാണ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. അവന്തിക വീടിന് പുറത്തായിരുന്നു. സംഭവം കണ്ട് അവന്തിക ഉടനെ ബന്ധുവീട്ടിൽ പോയി പറഞ്ഞതിനെ തുടർന്ന് ബന്ധുക്കളെത്തി ഉടനെ കുട്ടിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കൊരട്ടി SHO അമൃതരംഗന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോലീസ് സർജന്റെ മേൽനോട്ടത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇങ്ങനെയാണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വാർത്ത. അപ്പൊ എന്നെ സംശയിപ്പിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തം വീട്ടിലാണെന്നുണ്ടെങ്കിൽ ആ ചുറ്റു പരിസരത്തുള്ള ആൾക്കാർക്കൊക്കെ ഒരു ശ്രദ്ധയും ആ പെൺകുട്ടിക്ക് വേണ്ട രീതിയിലുള്ള ഒരു ശ്രദ്ധയൊക്കെ ഉണ്ടാവും, നമുക്കറിയാമല്ലോ. പക്ഷെ ഈ സ്വന്തം വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള അപരിചിതരായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ വീടിന്റെ ഭാഗത്ത് ഈ മരണം സംഭവിച്ചിരിക്കുന്ന കാണുന്ന കുട്ടി പെട്ടെന്ന് ബന്ധുക്കളെ പോയി അറിയിക്കുന്നത് മാത്രമാണ് അവിടെ നടന്നിരിക്കുന്നത്. സെക്കൻഡുകൾക്കകം അല്ലെങ്കിൽ ഒരു മണിക്കൂറുകൾക്കകം കുട്ടി അവിടുന്ന് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ള വാർത്തകൾ വരട്ടെ, ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും എനിക്ക് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു അസ്വാഭാവികത തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഒരു കാരണവശാലും ഞാൻ ഇതിന്റെ കൺഫേമിലേക്ക് ഒരു തീരുമാനമോ അല്ലെങ്കിൽ ഉറപ്പോ ഞാൻ പറയുന്നില്ല. എങ്കിൽ തന്നെയും എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം നിങ്ങളുമായിട്ട് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. നന്ദി, നമസ്കാരം.